ഓശാനയുടെ ആർപ്പുവിളികളും ആരവാരങ്ങളും യേശുവിനെ അടക്കിയ രണ്ടാം ദിവസം ആ ശനിയാഴ്ചയിൽ ഉണ്ടായിരുന്നില്ല. ക്രൂശീകരണത്തിന്റെ ദിവസത്തിൽ ഉണ്ടായിരുന്ന ആൾക്കൂട്ടവും ബഹളവും ആ നിശബ്ദ ശനിയാഴ്ചയിൽ ഉണ്ടായിരുന്നില്ല. ഉയർപ്പിന്റെ പൊൻപുലരിയിലുണ്ടായ സെലിബ്രേഷൻസ് ഒന്നും ആ നിശബ്ദ ശനിയാഴ്ചയിൽ ഉണ്ടായിരുന്നില്ല. ഏതാണ്ടൊക്കെ എല്ലാം അവസാനിച്ച മട്ടിലാണ് ശിഷ്യന്മാരും കൂട്ടവും. പക്ഷേ ആ ശനിയാഴ്ച സ്വർഗത്തിൽ തിരക്കിട്ട ചർച്ചയാണ്. സ്വർഗത്തിൽ വലിയ ബിസിയാണ്. കാരണം അടുത്ത ദിവസം തൻ്റെ പുത്രൻ ഉയർക്കപ്പെടാൻ പോവുകയാണ്. അടുത്ത ദിവസം വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്. അടുത്ത ദിവസം ക്രിസ്ത്യാനിത്വത്തിന് അടിസ്ഥാനം വീഴാൻ പോവുകയാണ്. കല്ലറകളെ ഭേദിച്ചുകൊണ്ട് താൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ ജീവിതത്തിലെ 25 വർഷത്തെ ദൈവീക നിശബ്ദത ഇസഹാക്കിനെ കൊണ്ടുവന്നെങ്കിൽ, ജോസഫിന്റെ ജീവിതത്തിലെ 17 വർഷത്തെ ദൈവീക നിശബ്ദത ജോസഫിനെ ആ രാജ്യത്തിന്റെ പ്രഥമ പുരുഷനാക്കി ദൈവം മാറ്റിയെങ്കിൽ, ദാവീദിന്റെ ജീവിതത്തിലെ ആ 13 വർഷത്തോളമുള്ള ദൈവീക നിശബ്ദത ദാവീദിനെ അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ, മോശയുടെ ജീവിതത്തിലെ 40 വർഷത്തെ ചില ദൈവിക നിശബ്ദതകൾ ദൈവിക വാഗ്ദത്തത്തെ നിവർത്തീകരിച്ചെങ്കിൽ, ദൈവം ചില കാര്യങ്ങളിൽ ഡിലേ ആകുന്നത് നിന്നെ ഡിനൈ ചെയ്തു എന്നല്ല, ചിലത് വൈകുന്നത് നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. ഹബക്കൂക്ക് 1-ാം അധ്യായത്തിൽ ചോദിച്ചു, നീ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല, മിണ്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല? പക്ഷെ 2-ാം അധ്യായത്തിൽ യഹോവ അവന് ഉത്തരമരുളി. മോനെ, ദൈവീക നിശബ്ദതയുടെ 1-ാം അധ്യായം കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം. ഈ നിശബ്ദതയുടെ മറുപടിയില്ലായ്മയുടെ ഈ താള് ഇന്ന് പകൽ ദൈവം മറിക്കുകയാണ്. ദൈവിക മറുപടിയുടെ ഒരു 2-ാം അധ്യായം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. ആരാധനയുടെ, സെലിബ്രേഷന്റെ ഒരു 3-ാം അധ്യായത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈ പിടിച്ച് കയറ്റാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ.